ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന 2 സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് ടിക്ടോക്കിൽ വൈറലായ എൻ്റെ മോളുടെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് പൊട്ടാറ്റോ ബോൾസിൻ്റെ റെസിപ്പിയിലോട്ട് പോകാം. ആദ്യം തന്നെ പൊട്ടാറ്റോ വാഷ് ചെയ്തിട്ട് ഉപ്പും മഞ്ഞളും ചേർത്ത് നന്നായി വേവിച്ചിട്ട് മാഷ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞത്, 2 പച്ചമുളക് അരിഞ്ഞത്, പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ചാറ്റ് മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് ഏത് സൈസിലാണോ നമുക്ക് വേണ്ട ആ സൈസിലുള്ള ബോൾസാക്കി എടുക്കുക. കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി എണ്ണയും കൂടെ തടവിയിട്ട് ബോൾസാക്കി എടുക്കുക. ഇനി ഈ ബോൾസ് മൈദയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ നന്നായി സ്പ്രെഡ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടാറ്റോ ബോൾസാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കാം. അതിന് പാസ്ത ഒന്ന് വേവിച്ചെടുക്കണം. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒട്ടിപ്പിടിക്കുന്നതിന് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ 1 കപ്പ് പാസ്തയാണ് കേട്ടോ എടുക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായി വേവിക്കുക. വെന്തതിന് ശേഷം വെള്ളം ഊറ്റിയിട്ട് ഈ പാസ്ത ഒന്ന് മാറ്റി വെക്കുക. ഇനി ഇതിലേക്കുള്ള മസാലയ്ക്ക് ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒരു 2-3 ഗാർലിക് അരിഞ്ഞതിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് ചിക്കൻ പീസസും പിന്നെ ഇഷ്ടമുള്ള വെജിറ്റബിൾസും കൂടെ ചേർത്തിട്ട് ചിക്കൻ വേകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് വഴറ്റി കൊടുക്കുക കേട്ടോ. ഈ മസാല ഒന്ന് മാറ്റി വെക്കാം. ഇനി വൈറ്റ് സോസ് ഉണ്ടാക്കാനും ഒരു പാനിൽ 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 3 ടീസ്പൂൺ മൈദ ചേർത്തിട്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് വഴറ്റി കൊടുക്കണം. പിന്നെ 1.5 കപ്പ് പാലും കൂടെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ചെറുതായി തിക്കായി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച മസാലയും പാസ്തയും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. നന്നായി മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വൈറ്റ് സോസ് പാസ്ത റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു.